വെൽക്കം ടു കേരള PSC എച്ചു ഹബ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ മൂന്നാം ഭാഗം IO ഡിവൈസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇനി വരാൻ പോകുന്ന +2 അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒരു ടോപ്പിക് ആണിത്. നമ്മൾ MCQസിലൂടെയാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചോദ്യോത്തര രൂപത്തിലൂടെയാണ് ഈ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ ചോദ്യം വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. മൊത്തം 38 ചോദ്യമുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഏതാണ്? ALU, മെമ്മറി, CPU, കൺട്രോൾ യൂണിറ്റ്, നൺ. ഏതാണ്? CPU ആണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്, അതായത് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ഭാഗത്തിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, IO ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം CPU പറയേണ്ട കാര്യം എന്താണ്? ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് 3 ഭാഗങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, സെൻട്രൽ ഭാഗമാണ് എന്ത്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഭാഗം. ഇനി ഇതിലേക്ക് ഇൻപുട്ട് വരുന്നു, അതെന്താണ്? ഇൻപുട്ട് സിസ്റ്റം. എന്നിട്ട് എന്താണ്? CPUവിന്റെ പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതാണ് എന്ത്? ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3ഉമാണ് എന്ത്? നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെയാണ് നമുക്ക് ഇവിടെ ടോപ്പിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ വരും? ഞാൻ പറഞ്ഞു, ഇൻപുട്ട് ഡിവൈസസ് വരുന്ന ഇൻപുട്ട് യൂണിറ്റ് വരും, പിന്നെ മെയിൻ ഭാഗം CPU വരും അല്ലെ. ഈ CPU ആണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെന്താണ്? അതിനുശേഷം നമുക്ക് എന്ത് വരും? ഔട്ട്പുട്ട് ഡിവൈസസിലൂടെ ഔട്ട്പുട്ട് വരും. അതാണ് എന്ത്? ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ CPUല് വരുന്ന ഭാഗങ്ങളാണ് എന്തൊക്കെ? അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, ALU, CU, MU. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. CPU കൺട്രോൾസ് ഓൾ ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് പ്രോസസിംഗ്, കൺട്രോൾസ് മെമ്മറി, കൺട്രോൾ ബൈ ദ ഇൻപുട്ട് ഡാറ്റ, നൺ ഓഫ് ദ എബോ. അപ്പൊ CPUവിന്റെ ഫംഗ്ഷൻ എന്താണ്? കൺട്രോൾസ് മെമ്മറി, കൺട്രോൾ ബൈ ദ ഇൻപുട്ട് ഡാറ്റ, നൺ ഓഫ് ദ എബോ. പ്രധാന ഫംഗ്ഷൻ എന്താണ്? എല്ലാ ഇൻപുട്ടിനെ സ്വീകരിക്കുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് അല്ലെ. ഇൻപുട്ട് ഡിവൈസസ് എന്നുള്ള ഇൻപുട്ട് എന്ത് ചെയ്യും? നമ്മുടെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ പ്രോസസ് ചെയ്ത് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ആക്കി തിരിച്ചു തരുന്നത് ആരാണ്? നമ്മുടെ CPU ആണ്. അപ്പൊ എന്താണ് ഉത്തരം? ഓപ്ഷൻ A ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ALU ഈസ് ടേംഡ് ആസ്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലേ, എന്താണ്? അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്നാണ് കേട്ടോ. അടുത്തത്, ദ പ്രോസസർ വിച്ച് പെർഫോംസ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു എന്നേ ഉള്ളൂ. എന്താണ്? ALU ആണ് അല്ലെ. ALU ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് പെർഫോം അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, സ്റ്റോർ ഡാറ്റ, പെർഫോം കമ്പാരിസൺ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇൻപുട്ട് ഡിവൈസസ്. മുകളിൽ തന്നവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഏതാണ്? പെർഫോം അരിത്മെറ്റിക് ഓപ്പറേഷൻ, അത് ശരിയല്ലേ? അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാന്നുള്ളതാണ്. സ്റ്റോർ ഡാറ്റ അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റ് ചെയ്തോളും. പെർഫോം കമ്പാരിസൺ, നമ്മുടെ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷനിൽ വരുന്ന സംഭവമാണ് എന്ത്? കമ്പാരിസൺ. അപ്പൊ ഈ രണ്ടും ആര് ചെയ്യുന്ന കാര്യമാണ്? അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ 1 and 3 വരുന്നത് ഏതാണ്? ഓപ്ഷൻ D ആണ് 1 and 3 വരുന്നത്. അപ്പൊ ഉത്തരം D ആണ് കേട്ടോ. അടുത്തത്, നമ്മൾ CPUവിന്റെ കാര്യം പറഞ്ഞു. ഇനി ഈ CPUവിന്റെ പ്രോസസിംഗ് സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? 1000 ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണോ? മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണോ? ബൈറ്റ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണോ? ബിറ്റ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണോ? നിങ്ങൾ ഉത്തരം കേട്ട് കാണും എപ്പോഴും, പക്ഷെ ഷോർട്ട് ഫോമിലായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? MIPS എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താണ് സംഭവം? CPUവിന്റെ പ്രോസസിംഗ് സ്പീഡിന്റെ യൂണിറ്റ് ആണ് അല്ലെ MIPS എന്ന് പറയുന്നത്. മില്യൺ ആണ് കേട്ടോ. മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. അതാണ് CPUവിന്റെ പ്രോസസിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻപുട്ട് ഡിവൈസസിനെയും ഔട്ട്പുട്ട് ഡിവൈസസിനെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ CPUവിന്റെ പ്രോസസിംഗിന് വേണ്ടിയിട്ട് റിസീവ് ചെയ്യുന്ന ഇൻപുട്ട് ഡാറ്റ റിസീവ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാം. കീബോർഡാണ് എന്ത്? നമ്മുടെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താണ്? മൗസ്, ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്.
പിന്നെ അതുപോലെ തന്നെ ജോയിസ്റ്റിക്, ട്രാക്ക് ബോൾ, ലൈറ്റ് പെൻ, ഇതെല്ലാം എന്താണ്? പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. പിന്നെ അതിനുശേഷം വരുന്ന ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, പിന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ, ബാർകോഡ് റീഡർ, സ്കാനർ. ഇതൊക്കെ എന്താണ്? ഒരു ഇൻപുട്ട് സ്വീകരിച്ച് അതിനെ മാറ്റുന്ന സംഭവങ്ങളാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, നമുക്ക് അപ്പൊ പറയാം. പിന്നെ മൈക്രോഫോണ്, ഡിജിറ്റൽ ക്യാമറയ്ക്കും ടച്ച് സ്ക്രീനും പ്രത്യേകതയുണ്ട് അല്ലെ, അത് നമുക്ക് വരുമ്പോ പറയാം. ഓക്കെ, ആദ്യത്തെ നമ്മുടെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആയ കീബോർഡ് നമുക്കൊന്ന് എടുത്തു നോക്കാം അല്ലെ. ഇതിൽ ഏതൊക്കെ കീ ഉണ്ട്? ആൽഫ ന്യൂമറിക് കീസ് ഉണ്ട്, ടോഗിൾ കീസ് ഉണ്ട്, ഫംഗ്ഷൻ കീസ് ഉണ്ട്, നാവിഗേഷൻ കീസ്, പങ്ക്ച്വേഷൻ കീസ്, കൺട്രോൾ കീസ് എല്ലാം ഉണ്ട് അല്ലെ. പക്ഷെ ഇതിന് ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെൻ എ കീ ഈസ് പ്രസ്ഡ് ഓൺ ദ കീബോർഡ്, which standard is used for converting the keystroke into corresponding bits? ഏതാണ്? അതായത് ഞാനിപ്പോ പറയട്ടെ, നമ്മള് എന്ത് ചെയ്യാണ്? നമ്മുടെ കമ്പ്യൂട്ടറിൽ എ എന്ന് പ്രസ് ചെയ്യാണ്. പക്ഷെ മെഷീൻ അത് മനസ്സിലാവുമോ? കാരണം മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബിറ്റ്സ് ആയിട്ടാണ് ഉള്ളത് അല്ലെ. 0s and 1 ഫോർമാറ്റിലാണ് മെഷീൻ ലാംഗ്വേജ് ഉള്ളത്. നമ്മളിപ്പോ ഒരു എ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഷയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലെ, ബിറ്റ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് എന്ത്? നമ്മുടെ ആസ്കി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സംഭവം മനസ്സിലായോ? ഓക്കെ, ഉത്തരം എന്താണ്? ആസ്കി ആണ് കേട്ടോ. അതുപോലെ ഒരു ചോദ്യവും കൂടെ. ഇതെന്താണ്? നോർമലി ആസ്കി ഹാസ് 7-bit കോഡ് ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. ഇനി ആസ്കി എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ഫുൾ ഫോം എന്താണ്? വായിച്ചു നോക്കുന്നിട്ട് പറയൂ, ഏതാണ് ഫുൾ ഫോം? എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ആണ് ഇത് ആസ്കിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം നോക്കുക. ആസ്കിയെ പോലെ തന്നെ ഈ ക്യാരക്ടർ കോഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് എന്ത്? എബ്സിഡിക് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ഫുൾ ഫോം? എന്താണ്? ഓപ്ഷൻ എ, ബി, സി, ഡി വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഉത്തരം നിങ്ങളുടെ പേപ്പറിലോട്ട് എഴുതുക. ലാസ്റ്റ് നിങ്ങൾക്ക് എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഉത്തരം? എന്താണ്? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് എന്നതാണ് എന്ത്? എബ്സിഡിക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഈ സംഭവം? എന്താണ്? നമ്മുടെ IBM മെയിൻ ഫ്രെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. IBM കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. ഈ IBMന്റെ മെയിൻ ഫ്രെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയാ കോഡാണ് എന്ത്? എബ്സിഡിക് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ആസ്കിയാണ് യൂസ് ചെയ്യുന്നത്. IBMൽ അവർ യൂസ് ചെയ്യുന്നത് എന്താണ്? എബ്സിഡിക് ആണ്. ഇതെന്താണ്? ഒരു 8-bit ക്യാരക്ടർ എൻകോഡിംഗ് സ്കീമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു കീബോർഡിൽ നിന്ന് നമുക്ക് ചോദ്യം വരാം അല്ലെ. നമ്പർ ഓഫ് ഫങ്ഷണൽ കീസ് ഇൻ ദ കീബോർഡ്. നമ്മുടെ കീയിന്റെ ഏറ്റവും മുകളിൽ, കീബോർഡിന്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫങ്ഷണൽ കീസ് F1, F2 എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? അങ്ങനെ എത്ര ഫങ്ഷണൽ കീസ് ഉണ്ട്? F1 തൊട്ട് എത്ര ഫങ്ഷണൽ കീസ് ഉണ്ടെന്നാണ് ചോദ്യം. എത്രയാണ്? 12 ഫങ്ഷണൽ കീസ് ആണ് കേട്ടോ. F1 തൊട്ട് F12 വരെ 12 ഫങ്ഷണൽ കീസ് ആണ് നമ്മുടെ കീബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കീബോർഡിലെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സ്പേസ് ബാർ ആണ് അല്ലെ. സ്പേസ് ബാർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കീബോർഡിന്റെ ഏറ്റവും ലെഫ്റ്റ് ടോപ്പ് കോർണറിലുള്ള കീ ഏതാണ്? എസ്കേപ്പ് കീ ആണ് കേട്ടോ. എസ്കേപ്പ് കീ ആണ്. പിന്നെ അടുത്ത ചോദ്യം, വിച്ച് ഇസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് സ്പേസ് കീ? നമ്മളൊരു സ്പേസ് കീ അടിക്കുമ്പോൾ ഒരു സ്പേസ് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാക്ക് സ്പേസ് ആണ്. ഒന്ന് ബാക്കിലേക്ക് വന്നോളൂ ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ. വിച്ച് ഇസ് ദ എക്സാക്ട്, അത് നമ്മൾ പറഞ്ഞല്ലോ. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ഇൻപുട്ട് ഡിവൈസ് മൗസിലേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മൾ കീബോർഡ് പറഞ്ഞു, രണ്ടാമത്തേത് എന്താണ്? മൗസ് ആണ് അല്ലെ. മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് എന്ത്? മൗസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ വൺ വിച്ച് ഇസ് നോട്ട് എ മൗസ് ഓപ്പറേഷൻ. ക്ലിക്കിംഗ്, ഡ്രാഗിംഗ്, ഡ്രോയിങ്, നൺ ഓഫ് ദീസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ. കാരണം എന്താണ്? നമുക്കറിയാം ക്ലിക്കിംഗ് ഉണ്ട് അല്ലെ. ക്ലിക്കിംഗ് ഉണ്ട് അല്ലെ. ക്ലിക്കിംഗ് ഏതൊക്കെയാണ്? റൈറ്റ് ക്ലിക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് ക്ലിക്കും ഉണ്ട്. ഡ്രാഗിങ്ങും പോസിബിൾ ആണ്. കാരണം നമുക്കറിയാം നമ്മളിപ്പോ ഒരു ഫയലൊക്കെ നമ്മൾ മൗസ് ഉപയോഗിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാറുണ്ട് അല്ലെ. പക്ഷേ ഡ്രോയിങ് നമുക്ക് മൗസ് വെച്ച് ചെയ്യാം. പക്ഷെ അതിന് നമുക്ക് എന്ത് വേണം? മറ്റൊരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് വരയ്ക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ബേസിക് ഓപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ മൗസിന്റെ ഒരു ഓപ്പറേഷൻ അല്ല എന്തെന്ന് പറയുന്നത്? ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഇൻപുട്ട് ഡിവൈസ് മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? വായിച്ചു നോക്കുക, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ആൾക്കാരാണ്. ഏതാണ്?
ഏതാണ് വരുന്നത്? നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു പേരാണ് അല്ലെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ്, പറയാൻ സുഖമുള്ള ഒരു പേരാണ് അല്ലെ. എന്താണ്? ഡഗ്ലസ് എംഗൽബർട്ട് ആണ് കേട്ടോ. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. എല്ലാം കൂടെ ഞാനിപ്പോ പറയുന്നില്ല, നമുക്ക് കണ്ടുപിടിച്ച ആൾക്കാരെയൊക്കെ പയ്യെ പരിചയപ്പെടാം. ഇനി അടുത്തത് മൗസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണിത്. എന്താണ്? The unit which is used to represent the speed of the mouse ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? നമ്മുടെ മൗസിന്റെ സ്പീഡിനെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു CPU-ന്റെ പ്രോസസിംഗ് സ്പീഡ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് നിപ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൗസിന്റെ സ്പീഡ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? MICKEY ആണ് കേട്ടോ. MICKEY ആണ്. അടുത്തത് തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? മോണിറ്റർ. മോണിറ്റർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണോ? അല്ല, ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലെ. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. CAD/CAM ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. സ്പീക്കർ നമുക്കറിയാം, ഒച്ച പുറത്തോട്ട് വരുന്നതുകൊണ്ട് അതെന്താണ്? അതും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പൊ അല്ലാത്തത് ഏതാണ്? ജോയിസ്റ്റിക് ആണ് കേട്ടോ. ജോയിസ്റ്റിക്കും എന്താണ്? മൗസിനെ പോലെ തന്നെ ഇതും എന്താണ്? ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഇൻപുട്ട് ഡിവൈസ് കനോട്ട് be used in MS Office? കീബോർഡ്, ലൈറ്റ് പെൻ, മൗസ്, ജോയിസ്റ്റിക്. ഏതാണ്? MS Office ആപ്ലിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ലൈറ്റ് പെൻ ആണ് കേട്ടോ. കാരണം എന്താണ്? കീബോർഡ് നമുക്ക് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. മൗസ് നമുക്ക് MS Office യൂസ് ചെയ്യാം, ജോയിസ്റ്റിക്കും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ലൈറ്റ് പെൻ എന്താന്ന് ഞാൻ പറയാം, നോക്കാം. ലൈറ്റ് പെൻ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഒരു ചോദ്യം കൂടെ, നമുക്ക് തന്നിരിക്കുന്നവയിൽ പോയിന്റിംഗ് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ പോയിന്റിംഗ് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ഞാൻ പറഞ്ഞു മൗസ് എന്താണ്? പോയിന്റിംഗ് ഡിവൈസ് ആണ്. ജോയിസ്റ്റിക് പോയിന്റിംഗ് ഡിവൈസ് ആണ്. ലൈറ്റ് പെന്നും പോയിന്റിംഗ് ഡിവൈസ് ആണ്. പക്ഷെ കീബോർഡ് എന്തല്ല? ഒരു പോയിന്റിംഗ് ഡിവൈസ് അല്ല. പോയിന്റിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ്? ട്രാക്ക് ബോൾ, ജോയിസ്റ്റിക്, ലൈറ്റ് പെൻ, മൗസ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ പോയിന്റിംഗ് ഡിവൈസസിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം, ജോയിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഗെയിമിംഗ് ആപ്ലിക്കേഷനിലാണ് നമ്മൾ ജോയിസ്റ്റിക് എന്ന ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നോട്ട്ബുക്ക് ഓർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇൻസ്റ്റെഡ് ഓഫ് എ മൗസ് ഈസ് കോൾഡ്. എന്താണ്? ട്രാക്ക് ബോൾ ആണ് കേട്ടോ. ട്രാക്ക് ബോൾ ആണ്. ട്രാക്ക് ബോൾ ആണ് നമ്മൾ നോട്ട്ബുക്കിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും മൗസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ്? ട്രാക്ക് ബോൾ ആണ് കേട്ടോ. ട്രാക്ക് ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് എ ബോൾ വിച്ച് ഈസ് ഹാഫ് ഇൻസേർട്ടഡ് ആൻഡ് ബൈ മൂവിംഗ് ഫിംഗേഴ്സ് ഓൺ ബോൾ പോയിന്റർ ക്യാൻ ബി മൂവ്ഡ്. അതായത് പകുതി ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരു ബോൾ ആണിത്. നമ്മുടെ എന്താണ്? ഫിംഗേഴ്സ് ഈ ബോളിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പോയിന്റിങ് ചെയ്യാൻ പറ്റും. സ്റ്റേഷനറി പോയിന്റിംഗ് ഡിവൈസ് വിത്ത് എ ബോൾ മെക്കാനിസം ഓൺ ദ ടോപ്പ്. അപ്പൊ പോയിന്റിംഗ് ഡിവൈസസിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? മൗസ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് പെൻ, ജോയിസ്റ്റിക്, ട്രാക്ക് ബോൾ. ഇത്രയും പോയിന്റിംഗ് ഡിവൈസസ് ആണ്. ഇനി ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു MS Office ആപ്ലിക്കേഷനിൽ നമുക്ക് എല്ലാം യൂസ് ചെയ്യാം, പക്ഷെ എന്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല? ലൈറ്റ് പെൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. എന്താണ് ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു പെൻ ഷേപ്ഡ് ആയിട്ടുള്ള പോയിന്റിംഗ് ഡിവൈസ് ആണ് എന്ത്? ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ഡിക്റ്റേറ്റ് ദ പ്രസൻസ് ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത്? ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. CAD-ലാണ് പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് OCR? അപ്പൊ പോയിന്റിംഗ് ഡിവൈസസിന് കഴിഞ്ഞു. ഇനി ഓരോ ക്യാരക്ടർ, ടെക്സ്റ്റ് അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസിനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഏതാണ് OCR എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ് കേട്ടോ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് കൺവേർട്സ് എ സ്കാൻഡ് ഇമേജ് ടു യൂസബിൾ വേർഡ് പ്രോസസിംഗ് ഫോർമാറ്റ് for editing by analyzing for light and dark areas in order to identify each alphabet or letters. അതായത് നമ്മൾ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കാൻഡ് ഇമേജ് ആണ് അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ വേർഡ് പ്രോസസിംഗ് ഫോർമാറ്റിലേക്ക് മാറ്റും. എന്തിനാണ്? ലൈറ്റും ഡാർക്ക് ഏരിയാസും നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന് കൊടുക്കുന്നത് എന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചോദ്യം കൂടെ, ആൻ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇന്റർപ്രറ്റ്സ് പെൻസിൽ മാർക്സ് ഓൺ പേപ്പർ മീഡിയ. ഏതാണ്? OMR ആണ് കേട്ടോ. കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന OMR ആണ് കേട്ടോ. OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡിംഗ് എന്നും ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്യാപ്ചറിംഗ് ഹ്യൂമൻ മാർക്ക്ഡ് ഡാറ്റ ഫ്രം ഡോക്യുമെന്റ് forms such as surveys and tests, and the system is used for the evaluation of competitive exams. Okay.
ഇനി അടുത്തൊരു ചോദ്യം, നമ്മുടെ ബാങ്കിങ്ങില് ചെക്സ് ഒക്കെ എന്താ പറയാ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്. അവർ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. OCR നമ്മളിപ്പോ പറഞ്ഞു ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണെന്ന് പറഞ്ഞു. എങ്കിൽ എന്തായിരിക്കും? MICR ആണ് കേട്ടോ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ക്യാരക്ടർ റെക്കഗ്നിഷൻ തന്നെയാണ്. ഇവിടെ ഒപ്റ്റിക്കൽ ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ് ഏതിൽ വരുന്നത്? MICRൽ വരുന്നത്. ബാങ്കിങ് ആപ്ലിക്കേഷനിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? MICR ആണ്. പിന്നെ ഏത് വരുന്നുണ്ട്? ബാർകോഡ്. ബാർകോഡ് എന്ത് തന്നെയാണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ. നോക്കാം നമുക്ക്. An input device for reading printed barcodes ഏതാണ്? തന്നിരിക്കുന്നവയിൽ പ്രിന്റഡ് ബാർകോഡ്സ് റീഡ് ചെയ്യാനുള്ളത് ഏതാണ്? നമ്മുടെ ബാർകോഡ് റീഡർ ആണ് കേട്ടോ, ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ എന്താ ചെയ്യുന്നത്? കൺവേർട്സ് ഒപ്റ്റിക്കൽ ഇമ്പൾസസ് ടു ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. അടുത്തത്, എ ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഡ്രോയിങ്, പ്രിന്റഡ് ടെക്സ്റ്റ് ഓർ അതർ ഇമേജസ് ഇൻ ടു ഡിജിറ്റൽ ഫോം ഏതാണ്? നമ്മുടെ സ്കാനർ ആണ് അല്ലെ. ഇമേജ് ഒക്കെ റിസീവ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ സിസ്റ്റത്തിലേക്ക് തരുന്നു. ഇനി അടുത്ത സ്കാനറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മൈക്രോഫോൺ എന്താണ്? നമ്മുടെ സാധാരണ മൈക്കാണ്, അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. മൈക്രോഫോണിന്റെ എക്സാമ്പിൾ കൊടുത്ത ഡിജിറ്റൽ ക്യാമറയും ടച്ച് സ്ക്രീനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ഇവ രണ്ടുപേരും എന്താണ്? ഇൻപുട്ട് ഡിവൈസുമാണ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസുമാണ്. എന്താ? ഡിജിറ്റൽ ക്യാമറയും അതുപോലെ തന്നെ എന്താണ്? ടച്ച് സ്ക്രീനും കേട്ടോ. അടുത്തത്, ഇനി നമ്മൾ ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ്. ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? മോണിറ്റർ ആണ് അല്ലെ. അതുകൂടാതെ സ്പീക്കർ ഉണ്ട്, പ്രിന്റർ ഉണ്ട്, പ്ലോട്ടർ ഉണ്ട്, പ്രൊജക്ടർ ഉണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മോണിറ്ററിന്റെ കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കാം. വിച്ച് ഡിവൈസ് ഇസ് യൂസ് ടു ഡിസ്പ്ലേ ഗ്രാഫിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ഓൺ വീഡിയോ സ്ക്രീൻ ഏതാണ്? സംശയമില്ല, മോണിറ്റർ ആണ് അല്ലെ, മോണിറ്റർ. What are the two types of monitors? CRT and DVD, CRT and LCD, DVD, VCD, LCD, DVD. ഓപ്ഷൻ ബി ആണ് കേട്ടോ, CRT and LCD. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മോണിറ്റർ ടൈപ്സ് ഒക്കെ നമുക്ക് ഇനി വരുന്നുണ്ട്. അപ്പൊ വിശദീകരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, CRT ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വാക്യൂം ട്യൂബ് കൊണ്ടാണ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഇസ് എ ഫാറ്റ് പാനൽ ഡിസ്പ്ലേ or other electronically modulated optical device that uses the light modulating properties of liquid crystals. അപ്പൊ ഒന്നുമില്ല, ഇത്രയും ഓർത്തിരിക്കുക. മോണിറ്റർ ടൈപ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ്. നമ്മൾ ആദ്യമേ ഉപയോഗിച്ചിരുന്ന വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചിരുന്ന കാഥോഡ് റേ ട്യൂബ്, പിന്നെന്താണ്? LCD മോണിറ്റേഴ്സ് ഒക്കെയാണ് ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാ, നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ CPU-ന്റെ പ്രോസസ്സിംഗ് സ്പീഡ് നമ്മൾ പറഞ്ഞു, MIPS എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ എന്താണ്? മൗസിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് എന്താണ്? MICKEY ആണ്. അതുപോലെ നമ്മൾ മോണിറ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോണിറ്ററിന്റെ റെസൊല്യൂഷൻ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? ഡോട്ട്സ് പെർ ഇഞ്ച് ആണോ, പിക്സൽ പെർ ഇഞ്ച് ആണോ, ബിറ്റ്സ് പെർ ഇഞ്ച് ആണോ, ഇമേജ് പെർ ഇഞ്ച് ആണോ? ഒരു മോണിറ്ററിന്റെ റെസൊല്യൂഷൻ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? മോണിറ്ററിന്റെ പിക്സൽ ആണ് കേട്ടോ, പിക്സൽ, ഇമേജ് അല്ല, അതുകൊണ്ട് പിക്സൽ എന്ന് വിചാരിക്കുക. അടുത്തത്, VDU സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, വീഡിയോ ഡിവൈഡ് യൂണിറ്റ്, നൺ ഓഫ് ദ എബോവ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ അതിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? അപ്പോൾ നമ്മുടെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്ററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മോണിറ്ററിന്റെ പഴയ പേരാണ് എന്ത്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ റെസൊല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ മോണിറ്റർ മെഷർ ചെയ്യുന്നത് പിക്സൽസ് പെർ ഇഞ്ചിലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററിനെ പറയുന്ന പേരെന്താണ്? മോണോക്രോം മോണിറ്റർ എന്നാണ് കേട്ടോ, മോണോക്രോം മോണിറ്റർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോണിറ്ററിന്റെ ടൈപ്സ് നമ്മൾ പറഞ്ഞു. വാക്യൂം ട്യൂബ്സ് യൂസ് ചെയ്യുന്ന CRT, LCD, LED, OLED, TFT, LCD അതൊക്കെ ഉണ്ട്. ഓക്കെ. അടുത്ത എന്താണ്? വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? നമ്മുടെ സ്പീക്കർ ആണ് കേട്ടോ. സ്പീക്കർ ആണ് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത്, ബാക്കിയെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഓഡ് വൺ ഏതാണ്? പ്രിന്റർ എന്താണ്? ഔട്ട്പുട്ട് ആണ്. മോണിറ്റർ ഔട്ട്പുട്ട് ആണ്. പ്രൊജക്ടർ ഔട്ട്പുട്ട് ആണ്. കീബോർഡ് മാത്രമാണ് എന്ത്? ഇൻപുട്ട് വരുന്നത്. ഓക്കെ,
ഇനി അടുത്തത് ഫൈൻഡ് ദ ഓഡ് വൺ. വീണ്ടും വന്നിരിക്കുകയാണ്. ലൈറ്റ് പെൻ എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ലൈറ്റ് പെൻ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ. ലൈറ്റ് പെൻ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പോയിന്റിംഗ് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ജോയ്സ്റ്റിക്കും അതുപോലെ തന്നെ എന്താണ് ഇൻപുട്ട് ഡിവൈസ് ആണ്. പോയിന്റിംഗ് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ഗെയിംസിൽ യൂസ് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന OMR അതും എന്താണ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പൊ ഇതിൽ വരാത്തത് ഏതാണ്? നമ്മുടെ പ്രിന്റർ ആണ് അല്ലെ. അതെന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഓഡ് വൺ എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് ഏതാണ്, തന്നിരിക്കുന്നവയിൽ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് അല്ലാത്തത് ഏതാണ്, ഔട്ട്പുട്ട് അല്ലാത്തത് ഏതാണ്, ഇതുപോലത്തെ ഓഡ് വൺ ഔട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ ആ ഓർഡറിലാണ് ഇൻപുട്ട് ഡിവൈസസ് തന്നിരിക്കുന്നത്. പോയിന്റിംഗ് ഡിവൈസ്, പിന്നെ അതുപോലെ തന്നെ ഓരോന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഡിവൈസസ്, പിന്നെ രണ്ടും കൂടെ വരുന്ന ഡിവൈസസ്. ഓക്കെ, അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏതാണ്? ഡോട്ട്, മെട്രിക്സ്, ഡെസ്ക്ജെറ്റ്, ഇൻജെറ്റ് ആൻഡ് ലേസർ ആർ ഓൾ ടൈപ്സ് ഓഫ് വിച്ച് കമ്പ്യൂട്ടർ പെരിഫറൽസ്? ഏതാണ്? പ്രിന്റേഴ്സിന് ഉദാഹരണമാണ് അല്ലെ. പ്രിന്റേഴ്സിന് ഉദാഹരണമാണ്. അടുത്തത് നമ്മുടെ 1950 മുന്നേ വരെ നമ്മുടെ പ്രിന്റേഴ്സ് അറിയപ്പെട്ടിരുന്നത് പഞ്ച് കാർഡ്സ് എന്നാണ് കേട്ടോ. പഞ്ച് കാർഡ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡോക്യുമെന്റിന്റെ പ്രിന്റഡ് കോപ്പീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. നോൺ പ്രിന്റഡ് കോപ്പീനെ നമ്മൾ എന്ത് പറയുന്നു? സോഫ്റ്റ് കോപ്പി എന്നും പറയുന്നു. ഓക്കെ, ഇനി തന്നിരിക്കുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഏതാണ്? അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ് ഉണ്ട്, ഇമ്പാക്ട്, നോൺ ഇമ്പാക്റ്റും. നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോട്ട് മെട്രിക്സ്, ഡിജിറ്റൽ, ലേസർ, തെർമൽ. ഏതാണ്? ലേസർ പ്രിന്റേഴ്സ് ആണ് കേട്ടോ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള പ്രിന്ററും ഏത് തന്നെയാണ്? ലേസർ ആണ്. അപ്പൊ എന്താണ് ഇമ്പാക്റ്റും നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ നോൺ ഇമ്പാക്ട് നമ്മൾ പറഞ്ഞു ലേസർ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ എന്താണ്? അവിടെ എന്ത് വരുന്നില്ല? ടച്ച് വരുന്നില്ല. ഓക്കെ, നമ്മൾ പ്രിന്റ് എടുക്കുന്ന സാധനവും പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആ ഒരു ഡിവൈസുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഇങ്ക് റിബണുമായിട്ട് എന്ത് വരുന്നില്ല? ടച്ച് വരുന്നില്ല. ഡസ് നോട്ട് ടച്ച് പേപ്പർ വിത്ത് ഇങ്ക് റിബൺ. അതിന് ഉദാഹരണമാണ് എന്ത്? ലേസറും ഇങ്ക്ജെറ്റും. അതേസമയം ഇമ്പാക്ട് ടൈപ്പ് ആണെങ്കിൽ അവിടെ എന്താണ്? പേപ്പറും ഇങ്ക് റിബണും തമ്മിൽ എന്ത് വരുന്നുണ്ട്? ടച്ച് വരുന്നുണ്ട് അല്ലെ. ഡോട്ട് മെട്രിക്സ് ഒക്കെ ഏതിന് ഉദാഹരണമാണ്? ഇമ്പാക്ട് ടൈപ്പിന് ഉദാഹരണം. അപ്പൊ നോൺ ഇമ്പാക്ട് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. ലേസറും ഇങ്ക്ജെറ്റും മാത്രം എന്താണ്? നോൺ ഇമ്പാക്ട് ആണ് കേട്ടോ. നോൺ ഇമ്പാക്ട് ടച്ച് വരുന്നില്ല. യൂണിറ്റ് യൂസ് ടു മെഷർ പ്രിന്റർ റെസൊല്യൂഷൻ ഏതാണ്? നമ്മൾ നേരത്തെ മോണിറ്റർ റെസൊല്യൂഷൻ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രിന്ററിന്റെ റെസൊല്യൂഷൻ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് എന്താണ്? ഡോട്ട്സ് പെർ ഇഞ്ച് ആണ് കേട്ടോ. അങ്ങനെയെങ്കിൽ പിക്സൽ പെർ ഇഞ്ച് എന്താണ്? നമ്മുടെ മോണിറ്ററിന്റെ റെസൊല്യൂഷൻ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്ത്? പിക്സൽസ് പെർ ഇഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ CPU-ന്റെ പ്രോസസ്സിംഗ് സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്ത്? മിപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൗസിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നതാണ് എന്ത്? MICKEY എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. The unit to count the speed of the computer. പ്രിന്ററിന്റെ റെസൊല്യൂഷൻ മാത്രമല്ല സ്പീഡും മെഷർ ചെയ്യാൻ ഒരു യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? തന്നിരിക്കുന്നവയിൽ ഏതാണ്? ABCDE. ഏതാണ്? പേജസ് പെർ മിനിറ്റ് ആണ് കേട്ടോ. റെസൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്? ഡോട്ട്സ് പെർ ഇഞ്ചും. സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടർ എന്താണ്? പേജസ് പെർ മിനിറ്റും ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. The output device commonly used for CAD and CAM application. Printer, inkjet printer, laser printer, plotter. ഏതാണ്? പ്ലോട്ടർ ആണ് കേട്ടോ. പ്ലോട്ടർ ആണ്. പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പൊ ഓർത്തിരിക്കുക, പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അത് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗിലുമാണ് ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്ലോട്ടർ കേട്ടോ. ഇനി അടുത്തത് USB സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ സീരിയൽ ബസ്, യൂണിവേഴ്സൽ സീക്വൻഷ്യൽ ബസ്, യുണീക് സീരിയൽ ബസ്, യുണീക് സീക്വൻഷ്യൽ ബസ്. എന്താണ്? USB നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ് കേട്ടോ. അടുത്തത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട് ഈസ് പെർഫോംഡ് ബൈ. ആരാണ്? തന്നിരിക്കുന്നവയിൽ ആരാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് പെർഫോം ചെയ്യുന്ന? ആരാണ്? നമുക്കറിയാം അല്ലെ. ആരാണ്? നമ്മുടെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ, ഫങ്ഷണൽ യൂണിറ്റിന്റെ ഒരു യൂണിറ്റ് ആയ CPU.
അടുത്തത് ദ ടേം യൂസർ ഇന്റർഫേസ് റെഫേഴ്സ് ടു ഓപ്ഷൻ എ ബി സി ഡി വായിച്ചു നോക്കുന്നിട്ട് ഉത്തരം പറയാം ഏതാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എപ്പോഴും പറയുന്ന സംഭവമാണ് അല്ലെ യൂസർ ഇന്റർഫേസ് എന്താണ് വാട്ട് ദ യൂസർ സീസ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ഹൗ ദേ ക്യാൻ ഇന്ററാക്ട് വിത്ത് ഇറ്റ് അതാണ് എന്ത് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കുക Wave file format is associated with what type of files? ഏതാണ് വീഡിയോ സൗണ്ട് ഇമേജ് വേർഡ് ഡോക്യുമെന്റ് ഏതാണ് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു 38 ചോദ്യമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞു കേട്ടോ ഇനി ജസ്റ്റ് ഒരു നോട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ് മിപ്സ് ആണ് അല്ലെ അതുപോലെ തന്നെ നമ്മുടെ മൗസിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന ഇങ്ങനെയാണ് MIC/KEY ആണ് അതുപോലെ തന്നെ പ്രിന്ററിന്റെയും മോണിറ്ററിന്റെയും റെസൊല്യൂഷൻ അളക്കുന്ന ഡിവൈസസ് പിന്നെ പ്രിന്ററിന്റെ സ്പീഡ് അളക്കുന്ന ഡിവൈസസ് അല്ല യൂണിറ്റ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രിന്ററിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് എല്ലാം നമ്മൾ ഓർത്തിരിക്കണം ഓക്കെ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ താങ്ക് യു